നമസ്കാരം, ഡ്രൈവിംഗ് ഓട്ടോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രൂയിസ് കൺട്രോൾ എന്താണെന്ന ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ നമ്മൾ ഈ അടുത്ത ഇടയ്ക്ക് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ട്രാക്ഷൻ കൺട്രോൾ എന്താണെന്നാണ്. നമ്മൾ കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും, ഈ വളരെയധികം ചെളിയൊക്കെ ഉള്ള റോഡ് വരുമ്പോൾ ചിലരെങ്കിലുമൊക്കെ വളരെ എക്സ്പേർട്ടായിട്ടുള്ള ചിലരെങ്കിലുമൊക്കെ പറയാറുണ്ട്, ഈ സെക്കൻഡ് ഗിയർ ഇട്ട് വണ്ടി ഒന്ന് എടുക്കണം, അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ടയർ സ്കിഡാവാതെ കറക്റ്റ് പോകുമെന്നൊക്കെ. അത് പറയുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്, നമ്മൾ ട്രാക്ഷൻ കൺട്രോൾ ഇല്ലാത്ത വണ്ടികളിൽ നമ്മൾ ചെളിയുള്ള സ്ഥലങ്ങളിൽ ആക്സിലേറ്ററും ക്ലച്ചും തമ്മിലുള്ള കറക്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ടോർക്കും പവറും കറക്റ്റ് ഒരു രീതിയിൽ കൺട്രോളിലായിരിക്കില്ല വർക്കാവുന്നത്. അങ്ങനെ വരുമ്പോൾ ടയറുകൾ കറക്റ്റ് രീതിക്ക് ഗ്രിപ്പ് പിടിക്കാതെ വരികയും വണ്ടി സ്കിഡാവുകയും, നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, വണ്ടി ഇപ്പോൾ സ്ട്രൈറ്റ് പോവേണ്ട വണ്ടി പല സമയത്തും തിരിഞ്ഞ് കറങ്ങി നമ്മൾ പ്രതീക്ഷിക്കാത്ത സൈഡിലോട്ടൊക്കെ മാറി തിരിഞ്ഞൊക്കെ നിൽക്കും. അങ്ങനെ നിൽക്കുന്നതിൻ്റെ മെയിൻ കാരണമെന്ന് പറയുന്നത് ഈ ട്രാക്ഷൻ കൺട്രോൾ ഇല്ല പോകുന്നതാണ്. അപ്പോൾ ട്രാക്ഷൻ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ടോർക്കും പവറും തമ്മിലുള്ള ഒരു കൺട്രോൾ, അതിന് രണ്ടിനെയും കൺട്രോൾ ചെയ്തുകൊണ്ടാണ് ഈ ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം വർക്കാവുന്നത്. ഇത് മെയിൻലി നമ്മുടെ വണ്ടികളിൽ യൂസ് ചെയ്യുന്നത് ABS-നെയും അതേപോലെ ABS സെൻസേഴ്സിനെയും അതേപോലെ തന്നെ നമ്മുടെ സ്പീഡ് സെൻസേഴ്സിനെയും പിന്നെ അതേപോലെ തന്നെ ABS-ൻ്റെ ഇപ്പോഴുള്ള കുറച്ച് മോഡിഫൈഡ് ആയിട്ടുള്ള ഹാർഡ്വെയർസിനെയൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ട്രാക്ഷൻ കൺട്രോൾ വർക്കാവുന്നത്. ഇനി നമുക്ക് ബൈക്കുകളിലും കാറുകളിലുമൊക്കെ ഒരേപോലെ തന്നെ ട്രാക്ഷൻ കൺട്രോളുകൾ ഇപ്പം അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ബൈക്കിലെ ട്രാക്ഷൻ കൺട്രോൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, രണ്ട് ടയറും യൂണിഫോമായിട്ട് കറങ്ങണം. അപ്പോൾ നമ്മുടെ ബാക്ക് ടയർ വളരെയധികം സ്പീഡിൽ കറങ്ങുമ്പോൾ നമ്മുടെ ഫ്രണ്ട് ടയർ ഒരുപക്ഷെ കറങ്ങാതിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സെൻസർ വഴി ചിപ്പുകളൊക്കെ വഴി അത് സെൻസ് ചെയ്തതിന് ശേഷം അതിൻ്റെ സ്പീഡ് അനുസരിച്ച് ബാക്കിലെ ടയറിനെയും കൺട്രോൾ ചെയ്ത് രണ്ട് ടയർ യൂണിഫോമായിട്ട് കറങ്ങുന്നത് വഴി നമ്മൾ സ്കിഡ് ചെയ്തൊക്കെ വീഴാനുള്ള ചാൻസുകൾ കുറയ്ക്കും. അങ്ങനെയാണ് നമ്മുടെ ട്രാക്ഷൻ കൺട്രോൾ ബൈക്കുകളിൽ വർക്കാവുന്നത്. നമ്മുടെ കാറുകൾ സാധാരണയായി ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം വർക്ക് ചെയ്യുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ടാണ്. അതായത് ഏതെങ്കിലും ഒരു ടയർ കൂടുതൽ സ്പീഡിൽ കറങ്ങുന്നുണ്ടെങ്കിൽ ബ്രേക്ക് ആവശ്യത്തിന് മാത്രം അപ്ലൈ ചെയ്ത് മറ്റേ ടയറിൻ്റെ അതേ സ്പീഡിലാക്കി കൊണ്ടുവന്ന് അങ്ങനെ കറക്കി യൂണിഫോമാക്കി കൊണ്ടുപോകുന്ന ഒരു പരിപാടിയാണ് കാറുകളിൽ ട്രാക്ഷൻ കൺട്രോൾ സാധാരണയായി കണ്ടുവരുന്നത്. ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് മൾട്ടി ലെവൽ ട്രാക്ഷൻ കൺട്രോൾ മോഡ്സ് എല്ലാം അവൈലബിൾ ആണ്. ഈ പല ടൈപ്പ് ഡ്രൈവിംഗ് മോഡ്സുള്ള വണ്ടികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ മഡ് മോഡിൽ ഓടിക്കാൻ പറ്റും, അതേപോലെ തന്നെ സ്നോ മോഡ്, അതേപോലെ കൂടുതൽ വെള്ളമുള്ള സ്ഥലത്തൂടെയൊക്കെ പോകാൻ അതിനുള്ള മോഡുകൾ, അങ്ങനെ ഹൈ ലെവൽ ലോ ലെവൽ എന്നുള്ള രീതിക്ക് പല പല ലെവൽസ് കൊണ്ട് കൺട്രോൾ ചെയ്യുന്ന ട്രാക്ഷൻ കൺട്രോൾ മോഡ്സ് ഉണ്ട്. അതെന്ന് പറയുന്നത് നമ്മളെ സേഫ്റ്റി ഫീച്ചറായിട്ട് കമ്പനികൾ നമുക്ക് തരുന്ന ഒരു ഫീച്ചറാണ്. അപ്പോൾ ഓരോ ട്രാക്ക് അനുസരിച്ച് അതിനനുസരിച്ചുള്ള ട്രാക്ഷൻ ഇട്ട് കൊടുക്കാൻ നമുക്ക് സാധിക്കും. നമ്മൾ ഇന്നിവിടെ ട്രാക്ഷൻ കൺട്രോൾ കാണിക്കാനായിട്ട് ഉപയോഗിക്കുന്ന വാഹനം ഹ്യുണ്ടായുടെ ഈ ക്രെറ്റയാണ്. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ ബ്രേക്ക് കൺട്രോൾ ഫംഗ്ഷൻ വഴിയിട്ടാണ് നമ്മളെ ട്രാക്ഷൻ കൺട്രോൾ ചെയ്യുന്നത്. അപ്പം അതായത് ESC അഥവാ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ എന്ന് പറയുന്ന ഒരു മെക്കാനിസമാണ്. ഇത് നമ്മൾ അതിലൊരു സ്വിച്ച് ഉണ്ട്, അത് ഓഫാക്കുന്നതോടുകൂടി വണ്ടിയുടെ ബ്രേക്ക് ഫംഗ്ഷനും എൻജിൻ ഫംഗ്ഷനും ഓഫാവുകയും വണ്ടി അത് ഡിസേബിൾ ആയിട്ടുള്ള ഒരു രീതിയിൽ ഓടിക്കാനും നമുക്ക് സാധിക്കും. വളരെയധികം പോസിറ്റീവായിട്ടുള്ളൊരു ഫീച്ചറാണ് നമ്മുടെ ഈ ട്രാക്ഷൻ കൺട്രോൾ എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് അതിനിപ്പോൾ ഒരു നെഗറ്റീവ് കണ്ടുപിടിക്കണം എന്ന് നിർബന്ധമായിട്ട് കണ്ടുപിടിക്കാനാണെങ്കിൽ പറയാൻ പറ്റുന്ന ഒന്ന്, മെയിൻ്റനൻസ് കോസ്റ്റ് വളരെ കൂടുതലായിരിക്കും. കാരണം ട്രാക്ഷൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വളരെയധികം ചിലവുള്ളൊരു കാര്യമാണ്. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒന്നെന്ന് പറയുന്നത്, ഇപ്പോൾ ഡ്രാഗ് റേസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ബാക്കിയുള്ള വണ്ടികളെല്ലാം പവർ കൂടുതൽ കിട്ടിക്കയറിപ്പോൾ നമ്മളെ വണ്ടിക്ക് ആ സമയത്ത് പവർ ലാഗ് ഉണ്ടാവും. അപ്പം ഇത്രയൊക്കെ തന്നെയാണ് ട്രാക്ഷൻ കൺട്രോളിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ക്രൂയിസ് കൺട്രോൾ പോലെ തന്നെ വളരെ എഫക്റ്റീവായിട്ടുള്ള വളരെ ഉപയോഗപ്രദമായ മറ്റൊരു ഫീച്ചറിനെയാണ് നമ്മളിന്ന് പരിചയപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താം. മാത്രമല്ല ഇനി ഇതേപോലത്തെ കുറേ ടിപ്സുമായി നമ്മൾ വരുന്നതാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് അറിയേണ്ട കുറച്ച് ടിപ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതും പ്രത്യേകം കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. നമ്മൾ ഉറപ്പായിട്ടും അത് കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ ടീം ഡ്രൈവിംഗ് ഓട്ടോ ഈസ് സൈനിങ് ഓഫ് ഫോർ ടുഡേ. താങ്ക് യു.